Kazakhstan. Tashkent'ka. They Second World War hero. He protected Moscow. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ യാത്ര സെൻട്രൽ ഏഷ്യയുടെ ഹൃദയഭാഗത്തുള്ള നഗരമായ അൽമാട്ടിയിലേക്കാണ്. കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ സിറ്റിയാണ് അൽമാട്ടി. ലൈഫിൽ എൻ്റെ മൂന്നാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. നമ്മുടെ അബുദാബി എയർപോർട്ടിൽ നിന്ന് 9:20 ഫ്ലൈറ്റ്. എയർ അറേബ്യ ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചെക്ക് ഇൻ ചെയ്ത് എമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഞങ്ങളിതേ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഞങ്ങളതിൽ വലിയ ഭാരമുള്ള ലഗേജൊന്നുമില്ല. 10 കിലോത്തിൻ്റെ ഹാൻഡ് ബാഗാണ് കയ്യിലുള്ളത്. അൽമാട്ടിലേക്കുള്ള നമ്മുടെ യാത്ര ദേ ഇവിടെ തുടങ്ങുകയാണ്. ഇതാണ് എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൻ്റെ പൈലറ്റ്സ് കോക്പിറ്റ്. ഇവിടെ നിന്നാണ് എയർക്രാഫ്റ്റിൻ്റെ മുഴുവൻ കൺട്രോൾ അവർ ചെയ്യുന്നത്. നേവിഗേഷൻ സിസ്റ്റം, ഫ്ലൈറ്റ് മോണിറ്ററിങ്. പിന്നെ നമ്മുടെ മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് വിൻഡോക്ക് നല്ല വ്യൂ ആയിരിക്കും. അതോടെ ഞങ്ങൾ നേരത്തെ തന്നെ വിൻഡോ സീറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്ന് ഇതേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിലേക്കുള്ളൊരു ലോങ് റൂട്ടാണ് ഇത്. പിന്നെ അറിയാലോ, കസാക്കിസ്ഥാൻ ലോകത്തിലെ 9ാമത്തെ ലാർജസ്റ്റ് കൺട്രിയാണ്. ഫ്ലൈറ്റ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്നോ കവേർഡ് മൗണ്ടൻസൊക്കെ കാണാം. ടൈൻഷാൻ മൗണ്ടൻ റേഞ്ചാണ് ഈ കാണുന്നത്. മൗണ്ടൻ ഓഫ് ദ ഹെവൻ എന്ന പേരിലാണ് ഈ മലനിരകളൊക്കെ അറിയപ്പെടുന്നത്. ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അറ്റ് ലാസ്റ്റ് അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ട് ചെറുതാണെങ്കിലും കസാക്കിസ്ഥാനിലെ ഏറ്റവും തിരക്കുള്ള ഒരു എയർപോർട്ടാണ് ഇത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് കസാക്കിസ്ഥാനിലേക്ക് വിസ ഫ്രീ കൺട്രിയാണ് ഇവിടെ. ടൂറിസ്റ്റ് പർപ്പസിനായിട്ട് ഇവർ 14 ദിവസം വരെ വിസ ഇല്ലാതെ നമുക്കിവിടെ ട്രാവൽ ചെയ്യാം. സിറ്റിയിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. പിന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സെല്ലാം വളരെ സ്മൂത്താണ് കേട്ടോ ഇവിടെ. നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മളിത് എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ. നമ്മുടെ ഗൈഡ് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണുണ്ടായിരുന്നു. ഈ ട്രിപ്പ് നമ്മൾ എടുത്തത് 4 ദിവസത്തെ ഒരു കംപ്ലീറ്റ് ടൂർ പാക്കേജ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ റീൽസൊക്കെ കണ്ട് നല്ല സ്നോഫോൾസ് പ്രതീക്ഷിച്ചാണ്ടാ ഇവിടെ ലാൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോൾ സ്നോഫോൾസ് ഒന്നും ഇല്ല കേട്ടോ. ടെമ്പറേച്ചർ ഏകദേശം ഇവിടെ ഒരു 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഗൈഡ് പറഞ്ഞത് അടുത്ത ദിവസം സ്നോഫോൾസ് ഉണ്ടാവുന്നതാണ് കേട്ടോ. അൽമാട്ടിൽ ശരിക്കും ഇയർലി 100 ദിവസത്തിലധികം സ്നോഫോൾസ് കാണുന്നൊരു സിറ്റിയാണ് കേട്ടോ. നമ്മൾ നേരെ ഇനി നമ്മുടെ ഹോട്ടലിലേക്ക് പോകണ്ട. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അൽമാട്ടിയിലെ ഫേമസ് കസാക്കിസ്ഥാൻ ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ കാലത്ത് തന്നെ 1977 പണിത ഒരു ഐക്കോണിക് ഹോട്ടലാണ് കേട്ടത്. നമുക്ക് കാണുമ്പോൾ ഒരു ഓൾഡ് സ്റ്റൈൽ ആർക്കിടെക്ചർ ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ ഈ ഹോട്ടൽ. നമ്മുടെ പാക്കേജിൽ നമുക്ക് 2 റൂംസ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസ് ഒരു ക്ലാസി ലുക്ക്. നമുക്കൊരു 22ാമത്തെ ഫ്ലോറിലാണ് നമുക്ക് റൂം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഓരോ ഫ്ലോറും ഒരു വ്യത്യസ്ത ഡിസൈനാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒന്നും പറയാനില്ല, ഒരു ക്ലാസി ലുക്ക്. റൂമിലുള്ളിലെ ഒരു ആംബിയൻസ് കൊള്ളാം. നമ്മുടെ റൂമിൻ്റെ വിൻഡോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റി വ്യൂ കാണാമെന്നാണ് ഇവിടുത്തെ റിവ്യൂ ഞാൻ കണ്ടത്. നമുക്ക് വിൻഡോ തുറന്ന് നോക്കാം കേട്ടോ. അയ്യോ നോക്കിയേ, ദേ സിറ്റി ഫുള്ള് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. അതിൻ്റെ പുറകിലുള്ള ആ മൗണ്ടൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വേറെ വൈബല്ലേ. ഞങ്ങളിത് ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പ്ലാന് ഡിന്നർ കഴിക്കാനാണ്. ഇതുപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഫുഡ് എന്താണോ അത് ട്രൈ ചെയ്ത് നോക്കലാണ് ഞങ്ങളുടെ ഒരു സ്റ്റൈല്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗൈഡ് നമുക്ക് സജസ്റ്റ് ചെയ്തത് ഇവിടുത്തെ നവാദ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഡിന്നർ കഴിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് കാണുന്നത്. എല്ലാത്തിലും ഒരു മീറ്റ് മട്ടൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. നവാദ് ഹോട്ടലിൽ നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഫുഡും കിട്ടും. നമുക്ക് ഇംഗ്ലീഷ് ഫുഡ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അൽമാട്ടിയിലെ സ്പെഷ്യൽ കബാബും തെഷ്കിങ്കയും ഉണ്ടാകും. തെഷ്കിങ്ക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കൽ റൈസ് ബേസ്ഡ് ഡിഷാണ്. നമ്മുടെ തെഷ്കിങ്ക ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ബീഫ് പുലാവ് പോലെ ഉണ്ട്. നമ്മുടെ നവാത്ത് റെസ്റ്റോറൻറ്റിന് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡെക്കർ, ലോക്കൽ വൈബ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ.
പിന്നെ കസാഖിസ്ഥാനിലെ കറൻസി ടെങ്കയാണ് കേട്ടോ. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ബില്ല് വന്നപ്പോൾ ഞങ്ങൾ നെട്ടിപ്പോയി. 26,000 ടെങ്ക. ഇവിടുത്തെ RT ബസ്സുകളുണ്ട്. RT ബസ്സുകളൊക്കെ ഇതേ ഇവിടെ റോഡിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു കറണ്ടിൻ്റെ കമ്പി പോലെ പോയ പോലെ പോയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ ട്രെയിനൊക്കെ ഓടുന്ന പോലെ കണ്ട ആ ഒരു ഫ്ലോയിലാണ് ബസ്സുകളൊക്കെ പോകുന്നത് കേട്ടോ, കറക്റ്റ് വേല്. അപ്പം നമ്മുടെ ഡേ ഫസ്റ്റ് സിറ്റി ടൂർ ഇതേ ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പെൻഫിലോ ഗാർഡ്സ്മാൻ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. This 28 Guardians Park Yeah. for 28 soldiers. Yeah. They Second World War hero. They protected Moscow from German soldiers. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് മോസ്കോ ഡിഫെൻഡ് ചെയ്യാൻ ജർമ്മൻ ആർമിക്കെതിരെ ഫൈറ്റ് ചെയ്ത 28 പെൻഫിലോ ഗാർഡ്സ്മാൻ എന്ന കസാഖ് സോൾജറിൻ്റെ ഓർമ്മക്കാണ് ഈ പാർക്ക്. അതുമാത്രമല്ല ഇന്ന് ഈ പാർക്ക് വളരെ ഒരു പീസ്ഫുള്ളാണ് കേട്ടോ. ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും. പാർക്കിൻ്റെ മിഡിൽ തന്നെയാണ് കേട്ടോ സെൻകോവ് കത്തീഡ്രൽ. അൾമാട്ടിയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കാണ്. 1907 ഇത് ഫുള്ള് മരം ഉപയോഗിച്ചാണ് കേട്ടോ ഇത് ബിൽഡ് ചെയ്തത് ഈ ചർച്ച്. അതുപോലെ തന്നെ ഈ ചർച്ചിൽ സ്പെഷ്യൽ വുഡൻ ജോയിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോങ് എർത്തികുക്സ് വരെ വിത്ത് സാൻഡ് ചെയ്ത് സ്ട്രക്ചറാണ് കേട്ടോ അത്. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് സിബെക് സോളി സ്ട്രീറ്റിലേക്കാണ് പോണത്. പണ്ടത്തെ സിൽക്ക് റോഡ് റൂട്ടായിരുന്ന ഈ ഏരിയ ഇന്നത്തെ മോഡേൺ കഫ്റ്റീരിയൽ, ഷോപ്പുകൾ, ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ എന്നിവയുള്ള ഒരു ലിവിങ് പ്ലേസ് ഏരിയ ആണ് ഇറ്റാപ്പ. ദേ ഈവനിങ് ടൈം ലൈറ്റ് ഓൺ ആയപ്പോൾ തന്നെ സിറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആയി. ന്യൂ ഇയറിൻ്റെ ലൈറ്റും ഡെക്കറേഷനും ഒന്നും അവർ റീപ്ലേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയിട്ടായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ വളരെ സ്മൂത്തായിട്ട് പോയി. പ്രത്യേകിച്ച് തിരക്കും സ്ട്രെസ്സൊന്നുമില്ല. ഇതൊക്കെ ഒരു ബിഗിനിങ് മാത്രമാണ് കേട്ടോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്ന സ്നോഫോൾസ്, സ്കീയിങ്, സ്നോ മൗണ്ടെയിന്, ലേക്സ്, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ബാക്കിയുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.